PV അൻവറിനെതിരെ വിമർശനവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ MLA. ബേപ്പൂർ മണ്ഡലം നഷ്ടമായത് സ്ഥാനാർത്ഥിത്വത്തിലെ പിഴവെന്ന് പ്രവീൺകുമാർ പറഞ്ഞു. ബേപ്പൂരിലെ തോൽവിക്ക് കാരണം ചേർത്ത് നിർത്തിയവർ തന്നെയെന്ന് PV അൻവർ മറുപടി നൽകി. അടുത്ത ലക്ഷ്യം 13 ഔട്ട് ഓഫ് 13 ആണെന്ന് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇസ്മായിൽ സാഹിബ് റസാഖ് മാഷൻ കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു 13-ൽ 13. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവർ മലയാളത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്താണ്. ആ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോയി. സാറ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, വലിയ കാര്യം വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെന്നുള്ള സത്യം ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100-ൽ 100% ആകുമായിരുന്നുള്ള സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. PJ അരുൺ ഉണ്ട് വിവരങ്ങളുമായി. അരുണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത ഭരണസമിതി, അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നു, എന്നിട്ടും ബേപ്പൂർ മണ്ഡലത്തെ ചൊല്ലിയുള്ള വിവാദം അത് വീണ്ടും കൊഴുക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ഈ ബേപ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ തുടക്കം കുറിച്ചത് DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺകുമാർ ആയിരുന്നു. കൊയിലാണ്ടി കിഴയൂരിൽ നടത്തിയ ഒരു സ്വീകരണം, ആ സ്വീകരണത്തിലാണ് ഈ അൻവറിനെതിരെ പരസ്യമായ വിമർശനവുമായി പ്രവീൺകുമാർ രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന സത്യം താൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞുവെന്നും പ്രസിഡന്റ് യോഗത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. അതുപോലെ ലീഗ് സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലോ ആയിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നുള്ള ഒരു അഭിപ്രായവും പ്രവീൺകുമാർ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെ PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയായിരുന്നു. കൂടെ നിന്ന് ചതിച്ചവരാര് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മന്ത്രിസ്ഥാനം തനിക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഈ ഒരു കരുനീക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് അൻവർ പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ അൻവർ UDF-ൽ തുടരണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ പോലും അൻവറിന് ഇന്ന് തീരുമാനമെടുക്കേണ്ടതായി വരും. DCC അധ്യക്ഷൻ തന്നെ അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം ഇന്നലെ രാത്രി ബീച്ചിൽ ഒരു പരിപാടിക്കിടെ പ്രവീൺകുമാറിന്റെ പ്രതികരണ മാധ്യമങ്ങൾ എടുത്തിരുന്നു. അതിൽ പ്രവീൺകുമാർ പറഞ്ഞത് സാധാരണ പാർട്ടിക്കാരുടെ വികാരമാണ് താൻ പ്രകടിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പോലും അൻവറിനെ തള്ളിയത് അദ്ദേഹം ശരിവെക്കുകയാണ്. അതുപോലെ തന്നെ അൻവറിന്റെ ഭാഷയിൽ തനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിയില്ലെന്നും അദ്ദേഹം അൻവറിനെ രൂക്ഷമായി വീണ്ടും വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നണി സംവിധാനങ്ങളിൽ ഈ അൻവറിന്റെ പാർട്ടി വലിയ വാഗ്വാദങ്ങളും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായൊക്കെയാണ് ബേപ്പൂരിൽ കെട്ടിയിറക്കപ്പെട്ടത് എന്ന് തന്നെയാണ് പ്രതിപക്ഷവും LDF എന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ശരിവെക്കുന്നതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ വിജയം. എന്തായാലും ഈ പറഞ്ഞ പോലെ മുന്നണിക്കകത്ത് പോലും ഈ ഒരു അൻവർ തുടങ്ങിവിട്ട ഈ പ്രവീൺകുമാർ ഇപ്പോൾ തുടങ്ങിവിട്ടിരിക്കുന്ന ഈ ഒരു വിവാദം കത്തുമെന്നുള്ളതിൽ സംശയമില്ല. അതായത് UDF-ന് ഒരു സീറ്റ് നഷ്ടമായതിന് പിന്നിൽ അൻവറിന്റെ കരങ്ങളുണ്ട് എന്നുകൂടി ഇതിലൊരു ഉള്ളടക്കമുണ്ട് അല്ലേ അരുൺ? അതെ വിജി, കാരണം ഈ ഒരു സീറ്റ് നഷ്ടപ്പെട്ടതിൽ മാത്രമല്ല അവർ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ ജയിച്ചേനെ, പൊതുസമ്മതനായ മറ്റൊരാൾ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ, സ്ഥാനാർത്ഥിത്വത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ പ്രസിഡന്റ് പ്രവീൺകുമാർ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അൻവറിനെ ചൊടിപ്പിച്ചിരിക്കുന്നതും. കാരണം ചതിയൻ ചന്തു എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചാണ് അൻവർ പ്രവീൺകുമാറിനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ കൂടെ നിന്ന് ചതിച്ചതാണ്. കാരണം ഈ അൻവറിനെ UDF സ്ഥാനാർത്ഥിയായി DCC നേതൃത്വം തീരുമാനിക്കുന്ന സമയത്ത് DCCക്ക് അകത്തും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. അൻവറിനെ കെട്ടിയിറക്കി അവിടെ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി PA മുഹമ്മദ് റിയാസിനെതിരെ വലിയ യുദ്ധമൊക്കെ നയിക്കുന്നു എന്നുള്ള രീതിയിൽ നിലപാടെല്ലാം വ്യക്തമാക്കി നിലമ്പൂരിൽ നിന്നും ഇവിടെ വന്ന സ്ഥാനാർത്ഥിയെ അതുവഴി തന്നെ തിരിച്ച് അയക്കുകയാണ് ബേപ്പൂരിലുള്ള സ്ഥാനാർത്ഥികൾ ചെയ്തത്. എന്തായാലും അതിന് വോട്ടർമാർ ചെയ്തത്. എന്തായാലും അതിനുശേഷം ഈ പൊതുപരിപാടികളിലൊന്നും അൻവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ചികിത്സയിൽ കഴിയുകയാണ് അൻവർ. അതിനിടയിലാണ് പ്രവീൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അൻവറിനെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എന്തായാലും വന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രവീൺകുമാർ പറഞ്ഞത് തീർച്ചയായും ഞാൻ യോഗത്തിൽ സ്വകാര്യമായിട്ടുള്ള UDF പ്രവർത്തകരുടെ യോഗമായിരുന്നു, അതിൽ ആ UDF പ്രവർത്തകരുടെ വികാരമാണ്. ആ യോഗത്തിലും
മറ്റു പാർട്ടിയുടെ ഈ പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടിലും എല്ലാം ഉയർന്നു വന്ന ആ ഒരു നിലപാടാണ് താൻ അറിയിച്ചത്. അത് സാധാരണ പ്രവർത്തകന്റെ വികാരമാണ് താൻ പങ്കുവച്ചത്. അൻവറിന്റെ ഭാഷയിൽ തിരിച്ച് താൻ മറുപടിക്കില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അൻവറിന്റെ മറ്റ് റിയാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല വിജയ്.